പ്രിയപ്പെട്ടവരെ, ഇന്ന് പൗർണമിയാണ്. പൗർണമി രാത്രി യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്? ഗുഡ് മെസ്സേജ് ആണോ, ബാഡ് മെസ്സേജ് ആണോ? നിങ്ങളുടെ ഓൾ ഓവർ എനർജിയാണ് നോക്കുന്നത്. ഓക്കെ, റെസൊനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുത്താൽ മതി. ഇന്ന് പൗർണമിയാണ്. പൗർണമിയുടെ എനർജി എന്താണെന്ന് നോക്കാം. ഓക്കെ, please give me answer. Please give me universe. Please give me answer. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രഷറുടെ എനർജി എന്താണ്? പ്ലീസ് ഗിവ് മീ ആൻസർ. പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ നിങ്ങളുടെ എനർജി എന്താണെന്നുള്ളതാണ് ഈ കാർഡ്സിൽ. പൗർണമിയിലെ എനർജി എന്താണെന്നുള്ളതാണ്. കരിയർ ലൈഫിലായാലും ഫാമിലി ലൈഫിലായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ എനർജി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. 3 മിനിറ്റ് പ്രാർത്ഥിച്ച് 3 ദീർഘനിശ്വാസം എടുത്ത് ഇടുക. ഓക്കെ, കാർഡ്സ് റിവീൽ ചെയ്യുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ എനർജി നൈറ്റ് ഓഫ് വാണ്ട്സ് ആണ്. നൈറ്റ് ഓഫ് വാണ്ട്സ് എനർജി പാഷനേറ്റഡ് ആണ്. ആക്ഷൻ, അഡ്വെഞ്ചർ, വളരെയധികം ആക്റ്റീവായി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനായി കുതിച്ചു പായുന്ന ഒരു എനർജിയാണ്. ഇത് 3 ഓഫ് സ്വോർഡാണ്. 3 ഓഫ് സ്വോർഡ് സഫറിങ്, ഒരുപാട് വേദനകൾ സഹിച്ചതിന് ശേഷമുള്ളൊരു വിജയമാണ് കാണുന്നത്. ഇത് ഹെർമിറ്റാണ്. ഇത് ഹെർമിറ്റ് വിസ്ഡം, ട്രൂത്ത് സീയിങ് ആണ്. വിസ്ഡം, ഗൈഡൻസ്, എല്ലാം ഉള്ളിൽ ഒതുക്കി എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയും കൂടെ ഉണ്ട്. ഈ വേദനകളെല്ലാം എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു സ്വയബോധം ഉണ്ട്. അത് എല്ലാം സഹിച്ചതിൻ്റെ ഒരു വിക്ടറിയാണ് കാണുന്നത്. നൈറ്റ് ഓഫ് സോർഡ്. ഇതെന്താ നോക്കാം. ഇത് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റക്കിൾസ്. സ്കിൽ, സെക്യൂരിറ്റി ഒക്കെയാണ് ഇത് ഈ എനർജിയെ സൂചിപ്പിക്കുന്നത്. ഇതൊരു എർത്ത് എനർജിയാണ്. അബണ്ടൻസിൻ്റെ എനർജിയാണ് 3 ഓഫ് പെൻറ്റക്കിൾ. ടീം വർക്കിൻ്റെ ഒരു എനർജിയാണ്. എന്തൊക്കെയോ നിങ്ങൾ കൂട്ടായി തീരുമാനിച്ച് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഇതാണ്, സക്സസ് ആണ് ഈ കാണുന്നത്. ഇത് എന്താണെന്ന് നോക്കാം. ഈ കാർഡ് ഇത് ഡബിൾ ആണ്. ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് അറ്റാച്ച്മെൻറ്റ്, അഡിക്ഷൻ. എന്നാലും നിങ്ങൾക്ക് എന്തിലുമൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റും അഡിക്ഷനും ഒക്കെ വന്നിട്ടുണ്ട്. കൂട്ടായ ഒരു കാര്യം ചെയ്തതിൽ എന്തിലൊക്കെ അഡിക്ഷനും അട്രാക്ഷനും ഒക്കെ വന്നിട്ടുണ്ട്. അതാണ് ഈ പെയിൻ വന്നത്. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിക്ടറിയിലെത്തി നിൽക്കാൻ പറ്റിയത്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഈ പൗർണമിയിലെ എനർജി കാണിക്കുന്നത്. അത് സമ്പത്തിൻ്റെത് കാണിക്കുന്നുണ്ട്. ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോയതിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. കൂട്ടായി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് അതിൽ സക്സസ്സിലെത്തിച്ചിട്ടുണ്ട്. അതിൽ തെറ്റായ വഴികളിലും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന മനോവിഷമങ്ങളാണ് ഈ 3 ഓഫ് സോർഡിൽ കാണുന്നത്. അത് നിങ്ങൾ നല്ല കണക്ക് ഒരു ജ്ഞാനിയെ പോലെ കാര്യങ്ങൾ നോക്കി കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിനിടയിൽ പല തെറ്റിദ്ധാരണകളും ഉണ്ടാകുമല്ലോ, സ്വാഭാവികമാണ്. അപ്പോൾ അതിൽ അസൂയയും കുശുമ്പും എല്ലാം ഉണ്ടാവും.
ആ വേദനകളെല്ലാം നിങ്ങൾ സഹിച്ച് മുന്നോട്ട് വന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ഇത് നിങ്ങളുടെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോയി ആഗ്രഹം സബലീകരണത്തിലേക്ക് കുതിച്ചുവരുന്ന ഒരു എനർജിയാണ്. പൗർണമിയിൽ നിങ്ങളുടെ എനർജി പോസിറ്റീവ് എനർജിയാണ്. ഒരുപാട് കഷ്ടതകളും യാതനകളും, കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേൾക്കുകയും കൂട്ടുകൂടാൻ പാടില്ലാത്തവരോട് കൂട്ടുകൂടുകയൊക്കെ ചെയ്ത് അതിൻ്റെ എല്ലാ വേദനകളെല്ലാം സഹിച്ച് കാര്യങ്ങളെല്ലാം അറിയാം. അതിൻ്റെ അവബോധം നിങ്ങൾക്കുള്ളത് കൊണ്ട്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് തന്നെ നല്ല ധാരണയുള്ളത് കൊണ്ട് ആണ് നിങ്ങൾ ഈ സക്സസ്സിലെത്തി നിൽക്കുന്നത്. അതിപ്പോൾ ബിസിനസ്സിലായാലും, ജോബ് ചെയ്യുന്ന സെക്ടറിലായാലും, ഫാമിലി ലൈഫിലായാലും, നിങ്ങൾ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എന്തായാലും പാർട്ട്ണർഷിപ്പിലോ ബിസിനസ് പാർട്ട്ണർഷിപ്പിലോ ജോലി ചെയ്യുന്ന കൊളീഗ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെയാണെങ്കിൽ കൂട്ടുകുടുംബത്തിലോ ഒക്കെ ഉള്ള പല പ്രശ്നങ്ങളും നിങ്ങൾ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നാണക്കേട് വരുത്തിയിട്ടുണ്ട്. നിങ്ങളെ അസൂയപരമായിട്ട് കുശുമ്പായ രീതിയിൽ നിങ്ങളുടെ സക്സസ്സിൽ അങ്ങനെ വിജയിക്കത്തില്ല, നിങ്ങളത് ചെയ്താൽ രക്ഷപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളതെല്ലാം മിണ്ടാതെ ഇരുന്ന് ഒരു ജ്ഞാനിയെ പോലെ എല്ലാം മനസ്സിലാക്കി ഇന്ന ആൾ ഇന്നതൊക്കെ പറയുന്നു, ഇന്ന കാര്യത്തിനാണെന്നുള്ള നിങ്ങൾക്ക് നല്ല ബോധമുള്ള ഒരു സോളായതുകൊണ്ട് നിങ്ങൾ ഈ സക്സസ്സിലെത്തി എന്നുള്ളതാണ്. ഈ നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കുതിച്ച് പായുന്ന ഒരു സക്സസ്സിലേക്ക്, നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിലേക്ക് നിങ്ങൾ എത്തി എന്നുള്ളതാണ്. അത് ഒരു വീട് വയ്ക്കുന്നതാകാം, അല്ലെങ്കിൽ വസ്തു വാങ്ങുന്നതാകാം, അല്ലെങ്കിൽ ആഭരണങ്ങൾ വാങ്ങുന്നതാകാം, അല്ലെങ്കിൽ ജോബ് എന്തെങ്കിലും നേടുന്നതാവാം, പരീക്ഷകളൊക്കെ എഴുതി, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഫിലിമിൽ അഭിനയിക്കാനുള്ള അഭിനിവേശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പോകുന്നതാകാം. നിങ്ങൾ എന്തിലായാലും നിങ്ങൾ ശോഭിച്ച് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയാണ് ഈ പൗർണമിയിൽ യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത്. എല്ലാവരും സന്തോഷമായിരിക്കുക. പോസിറ്റീവ് വന്നാലും നെഗറ്റീവ്സ് വന്നാലും യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക. ഈ സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഒരുക്കി തരുന്ന യൂണിവേഴ്സാണ്. യൂണിവേഴ്സിന് നന്ദി പറയുക. സങ്കടമായാലും അപമാനങ്ങളായാലും എല്ലാം ഉണ്ടാകുന്നതും, ഒരു കുടുംബം ഉണ്ടാകുന്നതും, കൂട്ടായ്മയായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതും, അതെല്ലാം സ്വയം മനസ്സിലാക്കി നിലകൊള്ളുന്ന നിശബ്ദമായി നിന്ന് ഒരു വിജയത്തിലേക്ക് കുതിച്ച് പായാനുള്ള എനർജി നമുക്ക് തരുന്നത് നമ്മളുടെ യൂണിവേഴ്സാണ്. സോൾ പ്രൊട്ടക്ഷനാണ്, ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷനാണ്, നമ്മളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷനാണ്, പാരൻസിൻ്റെയും ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെയൊക്കെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ എല്ലാത്തിനും യൂണിവേഴ്സിനോട് നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ്. ഈ സ്പ്രെഡ് റെസനേറ്റ് ചെയ്യുന്നവർ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും സന്തോഷമായിരിക്കുക. താങ്ക് യു ഓൾ. താങ്ക് യു. പേഴ്സണൽ റീഡിങ്ങിന് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.